നമസ്തേ. പുതിയ വർഷം, പുതിയ തുടക്കങ്ങൾ. രത്നങ്ങൾ പോലെ തിളക്കമുള്ളതാകട്ടെ ഈ പുതുവർഷവും. രത്നശാസ്ത്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ പുതിയ 2023 കഴിഞ്ഞ് നമ്മൾ 2024 പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുക. പുതുവർഷമെന്ന് പറയുമ്പം എപ്പോഴും നമുക്കൊരു പുതിയൊരു തുടക്കമാണ് തരുന്നത്. പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഓരോരുത്തരും പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ നടത്തി മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് കഴിഞ്ഞു പോയ വർഷങ്ങളിലെ പോരായ്മകളോ അല്ലെങ്കിൽ വീഴ്ചകളൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ടാണല്ലോ പുതിയൊരു തുടക്കം എന്നുള്ള നല്ലൊരു സമയമാണ് നമുക്ക് ഈ ന്യൂ ഇയർ. പലരും ഓരോ പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരുപാട് ശബ്ദങ്ങൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകാറ്. പിന്നീട് അത് പരിപാലിച്ച് പോകുന്നത് കാണാറില്ല. എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കുട്ടികൾ, യങ് ജനറേഷൻസ്, വളർന്നു വരുന്ന കുട്ടികൾ, അവർക്ക് കുറച്ചുകൂടെ നമുക്ക് സുരക്ഷിതമായിട്ട് അവരുടെ വിദ്യാഭ്യാസവും തുടർന്നുള്ള അവർക്ക് ജോലി സാധ്യതകൾക്കും കൂടുതൽ അവസരങ്ങൾ ഈ വർഷം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ യങ്സ്റ്റേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ നാടിന് പുരോഗതി ഉണ്ടാകത്തില്ല. ഇപ്പം മിക്കവാറും കുട്ടികളെല്ലാം പഠിത്തം കഴിഞ്ഞ് ഉടൻ തന്നെ അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നുണ്ട്. അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വേണ്ടത്ര ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും നമ്മുടെ കുട്ടികളെ നമ്മളെ രാജ്യത്ത് തന്നെ നിർത്താനുള്ള ഒരു പരിതസ്ഥിതിയും ചുറ്റുപാടും അവർക്ക് ഗ്രോത്ത് ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കും ഈ വർഷം വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അത് വരണം. അത് വന്നാലേ നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിന്. അപ്പോൾ അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. മനസ്സിലായില്ലേ? വൃദ്ധജനങ്ങൾ മാത്രമായിട്ട് മാറരുത്. അതിന് മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുകയാണ്. പോസിറ്റീവായിട്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റും സർക്കാരും ഒക്കെ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവർക്ക് പുതുതലമുറയ്ക്ക് ഒരു നല്ല പുതുവത്സരം ആശംസിക്കുന്നു. എന്തുകൊണ്ടും അങ്ങനെ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്ത് പുതിയൊരു കാൽവെപ്പ് നല്ലൊരു സമയമാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. ഇപ്പം പലരെ സംബന്ധിച്ച് ഇപ്പം ബിസിനസ് മേഖലകളിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പഠന മേഖലകളിലാണെങ്കിലും ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഒരു പുതിയ തുടക്കമായിട്ടാണ് നമ്മൾ ഈ ന്യൂ ഇയറിനെ കാണുന്നത്. ആ ഒരു ഉണ്ടാകുന്ന ഒരു ആവേശം ആ ഒരു വർഷക്കാലം ഫുള്ള് മൊത്തത്തിൽ നീണ്ടു നിൽക്കട്ടെ എന്നാണ് നമുക്ക് പ്രേക്ഷകരോട് ആശംസിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഓരോ എപ്പിസോഡുകളും കഴിയുമ്പം രത്നങ്ങളെക്കുറിച്ചും രത്നവിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ടൈമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെയാണ് ഒരു രത്ന നിർണയത്തിലേക്ക് പോവുക, ഉപയോഗത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു. നമ്മുടെ ജോലി മേഖല അല്ലെങ്കിൽ കർമ്മ മേഖലയാണ് നമ്മൾ മെയിനായിട്ട് അവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അതേ ബേസ് ചെയ്തിട്ട് ഉള്ള രത്നനിർണയത്തിലേക്കാണ് നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു അത് ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്തു. ബുധനെ കുറിച്ച് പ്രത്യേകതകൾ, വ്യാഴം, അതുപോലെ നമ്മൾ വീനസ്, ശുക്രൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി അങ്ങനെ ഓരോ ഗ്രഹങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പം പ്രകൃതി തന്നെ തന്നിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓരോ കാര്യങ്ങൾക്കും എൻഹാൻസ് ചെയ്യാനായിട്ട്, ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രൂട്ട്സുകൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം നമ്മൾ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളുണ്ട്. നമ്മൾ അറിയുവാനുള്ള ഒരു ആഗ്രഹം നമുക്ക് മനസ്സിലുണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുന്നിൽ ഇതൊക്കെ വരും.
എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മുടെ കർമ്മമേഖലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പുതുവർഷത്തിലേതായിട്ടുള്ള പുതിയ തുടക്കങ്ങൾ എന്തെങ്കിലും നമുക്ക് ഈ വരുന്ന വർഷങ്ങളിലേക്കുണ്ടോ? നമ്മുടെ ഈ ഒരു ജമോളജി അല്ലെങ്കിൽ സ്റ്റോൺസിന്റെ മേഖലകളിൽ എന്താണ് എൻ്റെ പേഴ്സണൽ കാര്യമാണോ ചോദിച്ചത്? എന്തെങ്കിലും ഒരു പ്രത്യേകമായ തുടക്കങ്ങൾ? പേഴ്സണലി അല്ല, നമുക്കെന്നും ഒരു തുടക്കം, കാരണം എന്നും ഒരു പുതുമയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം വെച്ചാൽ നമ്മൾ രത്നങ്ങളെക്കുറിച്ച് നമ്മൾ ഉള്ള പഠിത്തം നമുക്കെപ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അപ്ഡേഷൻ എപ്പോഴും നമുക്ക് വേണം. അപ്പം അതിനുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. പിന്നെ നമുക്കൊരു പുതിയൊരു കാൽവെപ്പെന്ന് പറയാനില്ല, എന്നാലും ഒരു ബ്രാഞ്ച് കൂടെ കോട്ടയത്ത് നമ്മൾ ആരംഭിക്കുക. അതെ. നമ്മൾ കൂടുതലും നമുക്ക് സിൽവറും ജെം സ്റ്റോൺസുമായിട്ട് ശിവാസ് ജെംസ് ആൻഡ് സിൽവർ എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് തന്നെ ഒരു ഷോപ്പ്, ഒരു ചെറിയ ഷോപ്പ് ഇപ്പോൾ ഈ വർഷം നമ്മൾ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. ജനുവരി തുടങ്ങണം, അത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ മാസം തുടങ്ങണം. അതാണ് നമ്മുടെ ഒരു പുതിയൊരു വെഞ്ചർ എന്ന് പറയുന്നത്. ബാക്കി നമ്മളുടെ ഷോപ്പുകൾ ഷാർജയിലും കോട്ടയത്തും ഒക്കെ പഴയ ഷോപ്പുകളുണ്ട്. അതെല്ലാം അതേപോലെ തന്നെ പോകുന്നു. എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഇത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എനിക്ക് തോന്നുന്നത് ഓൺലൈൻ ആയിട്ട് ഇപ്പം ഡയറക്റ്റ് വന്ന് മീറ്റ് ചെയ്യാതെ നമ്മൾ ഓൺലൈനായിട്ട് ധാരാളം എൻക്വയറീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു സാഹചര്യങ്ങളാണ് നമ്മൾ ആദ്യമേ അതിലേക്ക് നമ്മളെ എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ ഉള്ളത് വളരെ ഒരു ഈസി ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. അതെന്ന് വെച്ചാൽ ഓൺലൈനിലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇപ്പം ആൾക്കാർക്ക് ഒന്നത് എല്ലാവർക്കും വളരെ സമയക്കുറവ് എല്ലാവർക്കും ഉണ്ട് പല മേഖലകളിൽ. ഇപ്പം ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ കടയിൽ ഷോപ്പിൽ വരണം, അല്ലെങ്കിൽ ഓഫീസിൽ വരണം എന്ന് ആരോടും നമ്മൾ നിർബന്ധം പിടിക്കാറില്ല. കാരണം നമുക്ക് ഓൺലൈനാണ് നമുക്കും സൗകര്യം. നമുക്ക് ഡീറ്റെയിലുകളെല്ലാം കിട്ടുന്നു. സ്റ്റോൺസൊക്കെ എടുത്താൽ നമ്മളതെല്ലാം നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റും. മെഷർമെൻ്റ് എടുക്കാനുള്ള വഴിയുണ്ട്, അയച്ചു കൊടുക്കാനുള്ളുണ്ട്, പാറ്റേൺസ് കാണാനുള്ള. പഴയ പോലെ അല്ലല്ലോ. പണ്ട് നമ്മൾ ഫോണിൽ കൂടെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ വാട്സാപ്പൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്കത് കൂടുതൽ ഷോപ്പിൽ വന്ന പ്രതീതി തന്നെയാണ് നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്കവാറും ഉള്ള ഒരു 60% ആൾക്കാർ ഇപ്പം നമ്മൾ ഓൺലൈനിലായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് നമ്മൾ ഈ ഓൺലൈനിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ നമ്മളങ്ങനെ പ്രത്യേക ഫീസോ കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങാറില്ല. നമ്മുടെ ഇന്ന് സ്റ്റോൺ വാങ്ങുന്നെങ്കിൽ അതിനകത്ത് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ട്, അതാണ് നമ്മൾ വാങ്ങുന്നത്. എൻ്റെ ഒരു സംശയം, നമ്മൾ മെയിനായിട്ട് ഈ ബർത്ത് ഡേറ്റോ ടൈമോ ഇല്ലെങ്കിൽ നമ്മൾ ജോലി മേഖലകളെ ആസ്പദമാക്കിയിട്ട് സ്റ്റോണിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പോൾ ഒരു വ്യക്തി ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ടൈമുമായിട്ട് വന്നാലും നമ്മൾ ഈ ആളുടെ ഈ കർമ്മ മേഖല അല്ലെങ്കിൽ ജോലി മേഖലകളെ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമോ? പിന്നെ പഠിക്കും. ഒരാൾ ഡേറ്റ് ഓഫ് ബർത്തും ടൈമുമായിട്ട് വന്നാലും വളരെ കുറച്ചും കൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ആളുടെ അപ്പിയറൻസ്, ആളുടെ പ്രസൻറ്റേഷൻ ഓഫ് ടോക്കിങ് ഒക്കെ നമുക്ക് ഈ ചാർട്ടിനകത്ത് നോക്കിയാൽ കുറേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ അവനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു മീന ലഗ്നം ആയിട്ട് ഒരാൾ സെക്കൻഡ് ഹൗസിൽ മേടം, മീനത്തിൻ്റെ. അപ്പോൾ സെക്കൻഡ് ഹൗസ് എന്ന് പറയുമ്പോൾ മീനത്തിൻ്റെ സെക്കൻഡ് ഹൗസ് അത് മേടമാണ്. അതിൽ മാഴ്സും സണ്ണും നിൽക്കുന്നു, സൂര്യനും ചൊവ്വയും. സൂര്യൻ്റെ എക്സോൾട്ടഡ് ഹൗസാണത്, ഉച്ചരാശിയാണ്. ചൊവ്വയുടെ ഓൺ രാശിയാണ്. രണ്ടും നല്ല എനർജറ്റിക് ആയിട്ടുള്ള റെഡ് എനർജി തരുന്നതും ലൈറ്റ്നിങ് പ്ലാനറ്റ്സോ രണ്ടും. ഇത് ഒരാളുടെ മീനലഗ്നക്കാരൻ്റെ പ്രസൻറ്റേഷൻ ഓഫ് ടോക്കിംഗ്, നാവ് സ്ഥാനമാണത്. അങ്ങനെയുള്ള ആൾ വളരെ ഗംഭീര ശബ്ദത്തിനുടമയായിരിക്കും. വോയിസ് തന്നെ ഘനഗംഭീരമായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം പുള്ളിയുടെ ആ മീനലഗ്നം വന്ന് 2 ചൊവ്വയും സൂര്യനും നിൽക്കുന്നു. അദ്ദേഹം നമ്മളോട് സംസാരിക്കും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയി അയാൾ 100% മീനലഗ്നക്കാരനാണ്. പിന്നെ കുറച്ചുകൂടി ഈസിയായി കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ആ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം
വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നത് ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അത് വെച്ചിട്ടുള്ള ഒരു രത്നനിർണയത്തിൻ്റെ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു വന്നത് വീനസിൻ്റെ പ്രത്യേകതയും അതിൻ്റെ രത്നങ്ങളുമാണ്. എനിക്ക് തോന്നുന്നു അതിന് ശേഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ഒരു ഗ്രഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇനി രാഹുവിലേക്ക് രാഹു എന്നുള്ളതല്ല, നമ്മൾ ഓരോന്ന് പറഞ്ഞു വരുന്നു. പക്ഷെ നമ്മൾ മെയിൻലി കർമ്മ മേഖലയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഒരാളുടെ പ്രൊഫഷനിൽ നമ്മൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ, ഏത് മേഖലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര കാലമായിട്ട് പ്രവർത്തിക്കുന്നു, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മെഡിക്കൽ മേഖല ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, മനസ്സിലായില്ലേ, അതുപോലെ തന്നെ കെമിക്കൽസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, പോയിസൺ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ പല പോയിസൺ കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സ് തന്നെ അതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ മരുന്ന്, ഇങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാമായിട്ട് മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ അതിനകത്ത് രാഹു എന്ന് പറയുന്ന പ്ലാനറ്റിന് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട്. എസ്പെഷ്യലി വൈദ്യകാരകത്വം ഈ രാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. 10ൽ രാഹു നിൽക്കുമോ അല്ലെങ്കിൽ രാഹു നല്ല ഇൻഫ്ലുവൻസുള്ള ആൾക്കാർ നല്ല ഡോക്ടേഴ്സായിരിക്കും, മനസ്സിലായില്ലേ. കാരണം അതിനകത്ത് ഇപ്പം തന്നെ നമ്മളിപ്പം മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു സിമ്പിൾസ് കണ്ടിട്ടുണ്ടോ? രാഹു എന്ന് പറയുന്നത് സ്നേക്കാണ്, അതിങ്ങനെ പിണഞ്ഞ് കെട്ടി കിടക്കുന്നതാണ് അതിൻ്റെ സിമ്പിൾ. അത് തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ. അതിങ്ങനെ പിണഞ്ഞ് കിടക്കുന്നത് എനിക്കത് കുണ്ടലിനിയുടെയൊക്കെ അതുപോലെ ഒരു ചെറിയ ഒരു സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ രാഹു എപ്പോഴും രാഹു എന്ന് പറഞ്ഞാൽ പാമ്പ്, സ്നേക്കാണത്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാമ്പിൻ്റെ ഒരു നേച്ചർ തന്നെ, ഓരോ മാളം വിട്ട് അടുത്ത മാളം പോയി ഇങ്ങനെ അങ്ങ് പോവുകയാണല്ലോ അത്. എന്ന് പറഞ്ഞ പോലെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാകുന്നത്. രാഹു ദശാകാലത്ത് ചിലർ നന്നായിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. കർമ്മരംഗത്ത് രാഹു ഒക്കെ നിൽക്കുന്നവർ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്ത് ബിസിനസ്സിൽ അവർ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യണം, എനിക്കത് ചെയ്യണം, അത് ശരിയാകണം, നന്നായിട്ട് വരണമെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്ന പീരീഡും കൂടെയാണ് ഈ രാഹുവിൻ്റെ. രാഹു നല്ല ഗുണം ചെയ്യും അത്. ഈ രാഹുവിൻ്റെ ഈ ഒരു കാലയളവ് എത്ര വർഷമാണ്? 18 വർഷം രാഹു ദശ എന്ന കാലം എന്ന് പറയുന്നത്. ചൊവ്വാദശ 7 വർഷം കഴിഞ്ഞിട്ട് 18 വർഷത്തെ രാഹുർദശ, അത് കഴിഞ്ഞ് വ്യാഴത്തിലോട്ട് പോകും. ഈ 18 വർഷം അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, തീർത്തും ഒരു സ്മൂത്ത് പീരീഡ് ആയിരിക്കത്തില്ല രാഹുർദശ. നമ്മളെ ഒന്ന് ശരിക്കും തലയ്ക്കും ചലഞ്ച് ചെയ്യുന്ന ഒരു പീരീഡ് ആയിരിക്കും. സ്കിന്നുമായിട്ട് ബന്ധം, സ്കിന്നിൻ്റെ ഡിസോർഡേഴ്സൊക്കെ വരാൻ ചിലപ്പോൾ ഉണ്ടാവും. നല്ലോണം രാഹു വളരെ ഇതായിട്ട് നമുക്ക് റോങ് എഫക്ട്സ് ആണെങ്കിൽ ഈ ഡ്രൈ സ്കിന്നുകൾ, പിന്നെ ഈ സോറിയാസിസ് പോലുള്ള ചെറിയ അസുഖങ്ങൾ, സ്കിൻ പ്രോബ്ലംസ്, പിന്നെ അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടം വന്നത് ഈ വിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പോയിസണാണ് ഇതിൻ്റെ ഒരു മരുന്നും. അതെ, പോയിസൺ ഉരുത്തിരിഞ്ഞ് വന്നാലൊരു ആണല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു സ്നേക്ക് ബൈറ്റൊക്കെ ഉണ്ടായാൽ അതിന് കൊടുക്കുന്ന മരുന്ന് അല്ലേ, സ്നേക്കിൻ്റെ തന്നെ പോയിസണിൽ നിന്ന് എടുത്താൽ മരുന്നാണല്ലോ കൊടുക്കുന്നത് അല്ലേ. സ്നേക്ക് വെനം എന്ന് പറയുന്നത് വളരെ അതാണ്. അപ്പം മരുന്ന് തന്നെ ആണ് ഈ രാഹു. ആ ഒരു സിംബലും അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ. അതെ ഇതിന് മേടിച്ച അതിന് മറുമരുന്നും തന്നെ പോയിസൺ തന്നെയാണത്, മനസ്സിലായില്ലേ. രാഹുവിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഉണ്ട്. രാഹു കേതുക്കൾക്ക് പ്രത്യേക ഹൗസുകളൊന്നുമില്ല, ഷാഡോ പ്ലാനറ്റ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. രാഹുവിൻ്റെ 180 ഡിഗ്രിയിൽ കേതു നിൽക്കുന്നു, രണ്ടുപേരും 7th ഹൗസിൽ അങ്ങനെ ഓപ്പോസിറ്റായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ 2 പേർക്കും പ്രോമിനൻ്റ് ആയിട്ടുള്ള
ഒരു റോള് ആസ്ട്രോളജി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. നവരത്നത്തിനകത്തൊക്കെ ഗോമേതകവും ഉണ്ട്, കാറ്റ്സയും ഉണ്ട്, ഈ രാഹു കേതുക്കളുടെ കല്ലുകളുണ്ട്. അപ്പോൾ അവരെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഈ ലോങ് പീരീഡൊക്കെ 18 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഈ ചൊവ്വാദശ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രാഹുവിൻ്റെ പീരീഡ് 1-2 വർഷമൊക്കെ നല്ല ടെർബലൻസ് ഉണ്ടാകുന്ന പീരീഡാണ്. ചിലപ്പം വർക്കിൽ തന്നെ ഒരു ഷിഫ്റ്റ് വരും, വേറെ കമ്പനിയിലോട്ട് പോവുമോ സ്ഥലം മാറി പോവുമോ ഒക്കെ ഉണ്ടാവും. അതുപോലെ രാഹുവിൻ്റെ പ്രത്യേകതകളാണ്. നമ്മളെ ഒന്ന് ശരിക്കും ഒരു ഉലയ്ക്കുന്ന ഒരു ടൈമും കൂടെ ആണല്ലോ ഈ രാഹുവിൻ്റെ കാലം. നല്ലോണം ഒന്ന് ഉലയ്ക്കാൻ ചെറിയ നേട്ടങ്ങളും ഉണ്ടാക്കി തരും. രാഹുദശ നന്നായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നന്നായിട്ട് ട്രേഡിങ് ചെയ്യുന്നവരുണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാം രാഹുവിൻ്റെ പ്രത്യേകതകളാണ്. കെമിക്കലായിട്ടുള്ള ബന്ധം നന്നായിട്ടുണ്ട് ഇതിന്. ഉണ്ട് 10th ഹൗസിലൊക്കെ നമുക്ക് രാഹു നിന്നാൽ ഡോക്ടേഴ്സിന് മാത്രമല്ല കെമിസ്ട്രി, കെമിക്കൽസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷനാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാക്കി കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഡേറ്റ് ഓഫ് ബർത്ത് സമയവും ഇല്ല, ഇതാണ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗോമേതകം നമുക്ക് അപ്പം സജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ രാഹുവിൻ്റെ രത്നമായ ഗോമേതകത്തിലേക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ രാഹുവിനും ആ ഒരു പ്ലാനറ്റിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ രത്നത്തെക്കുറിച്ചാണ് സാറ് പറഞ്ഞത്, ഗോമേതകം എന്ന് പറയുന്ന ആ ഒരു രത്നത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു പ്രത്യേകതകളും ഗോമേതകം എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെയാണ്. അത് ഈ ശരിക്കും നമുക്ക് ഹെസോണൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഹെസോണൈറ്റ് എന്നാണ്. നമുക്ക് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്താൽ ഹെസോണൈറ്റ് എന്നേ കാണത്തുള്ളൂ, ഗോമേതകം എന്ന് കാണത്തില്ല. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഗോമൂത്രത്തിൻ്റെ കളറാണ് ഈ ഗോമേതകത്തിന് നല്ലത്. ഇപ്പോൾ നല്ല ശ്രീലങ്കയിലാണ് അത് കൂടുതൽ നല്ലത് വരുന്നത്. ഇന്ത്യൻ ഗോമേതകമൊക്കെ ഉണ്ട്, എന്നാലും ശ്രീലങ്കൻ നല്ല ലസ്റ്ററും ഫിനിഷിങ്ങും കട്ടിങ്ങും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ക്ലിയർ നല്ല സ്റ്റോണാണ് അത്. അതിനകത്ത് ഒരുപാട് സ്ക്രാച്ചും ഇൻക്ലൂഷൻസും ഉള്ള സ്റ്റോൺ കൊള്ളത്തില്ല. പിന്നെ ബ്ലാക്ക് സ്പോട്ടുകളുള്ള കൊള്ളത്തില്ല ഇതിനകത്ത്. അപ്പം തന്നെയല്ല ഇത് ഹണിയുടെ കളറ് ഈ ഗോമേതകത്തിന് വരും. ഹണി നല്ല തേൻ കാണുന്ന പോലെ ഇരിക്കും. അപ്പോൾ അത് ഈ രാഹുവായിട്ട് ബന്ധപ്പെട്ട സ്റ്റോൺ ആയതുകൊണ്ട് രാഹു ദശാകാലമാണെന്ന് പറഞ്ഞിട്ടല്ല അത് ധരിക്കേണ്ടത്. രാഹുവിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ധരിക്കുന്നത് നമുക്ക് കുറച്ച് സ്കിന്നിനൊക്കെ നല്ലൊരു ടോൺ ഉണ്ടാകാനായിട്ട്, രാഹുവിൻ്റെ ആ ഒരു മാലെഫക്ട്സ് ഒക്കെ കുറയ്ക്കുവാൻ സാധിക്കും. അപ്പം ഗോമേതകമാണ് അതിൻ്റെ ഒരു നവരത്നങ്ങളിലും സാറ് പറഞ്ഞ പോലെ നവരത്നങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ നവരത്ന മോതിരങ്ങളിലും ആഭരണങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പിന്നെ ഗോമേതകം നല്ലോണം മാച്ച് ചെയ്യുന്നവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ലോണം യൂസ് ചെയ്യാം. അധികം ഒരു വലിയ എക്സ്പെൻസീവ് അല്ലാത്ത സ്റ്റോണാണ്. ഈ നവരത്നങ്ങളിൽ എക്സ്പെൻസ് കുറഞ്ഞൊരു കല്ലെന്ന് വേണമെങ്കിൽ ഇത് പറയാം. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഗോമേതകത്തിന്റെ സ്റ്റോൺ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ക്യാരറ്റേജ് എങ്ങനെയാണ്? നമ്മൾ ക്യാരറ്റേജ് ഒരു 3+ ഒക്കെ ആണ് നല്ലത്. സ്കിൻ റിലേറ്റഡും കൂടെയാണ്. ഈ രാഹു സ്കിൻ റിലേറ്റഡ് ആണ്. രാഹു ഇങ്ങനെ നമ്മൾ ഈ 6th ഹൗസിലും ലഗ്നത്തിലൊക്കെ നിന്നാൽ കുട്ടികൾക്കൊക്കെയാണ് ഈ ബാലാരിഷ്ടതായി കരപ്പൻ പോലുള്ള സംഗതികൾ വരിക. വല്ല സ്കിന്നിന് ഒരു എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. സർപ്പക്ഷേത്രങ്ങൾ അല്ലെ സർപ്പാരാധനകളാണ് ഇതിന് റെമഡി പറയുന്നത്. ഇവിടെ നാട്ടിലേക്കുള്ള നല്ല മണ്ണാർശാല, വെട്ടിക്കോട്ട്, ഇങ്ങനെയുള്ള പാമ്പുമേക്കാവ്, പെരളശ്ശേരി, കരുമാത്ര, ഇങ്ങനെയുള്ള കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഇതൊക്കെ സർപ്പത്തിൻ്റെ ക്ഷേത്രം പോയിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ. ഭയങ്കര ജനമാണ്. മണ്ണാർശാല ആയില്ല ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ആൾക്കാർ വന്ന് സർപ്പാരാധന ചെയ്ത് ഒക്കെയാണ് സർപ്പങ്ങൾ ഭൂമിയെ താങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. സർപ്പാരാധന പണ്ട് മുതലേ ഉള്ള നിലവിൽ നിൽക്കുന്ന ഒരു ഇതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതിനുള്ള ഒരു പരിഹാരമായിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അതെ, രാഹു ദശാകാലങ്ങളും വളരെ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി നമ്മൾ കുട്ടികൾ രാഹുർദശാകാലത്ത് എന്ന് വെച്ചാൽ പോയിസൺ ആണല്ലോ. ഈ രാഹുർദശയ്ക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ചീത്ത കൂട്ടുകളിൽ പെടുക,
പിന്നെ അതുപോലെ തന്നെ ലിക്കർ, ഡ്രഗ്സ് ഒക്കെ കുട്ടികൾ വഴിപ്പെടാൻ ചാൻസസ് കൂടുതലുള്ള കാലഘട്ടമാണ്. ഇത് ഞാൻ പേടിപ്പിക്കുമല്ലേ, ഇതൊക്കെ ഒരു പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഈ കുട്ടികളുടെ ആ ഒരു സമയം, അവരുടെ പഠന സമയത്ത് അവരുടെ ഈ രാഹുദശയും കൂടെ ആണെങ്കിൽ നമ്മൾ വളരെയധികം വളരെ ശ്രദ്ധിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ. ദൂരെയൊക്കെ വിട്ട് പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള അപകടങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടതായിട്ടുള്ള മുൻകരുതലെടുക്കുക, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് പിള്ളേർ മറ്റ് റോങ് കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്നപ്പെടും ഈ കാലഘട്ടം. അതിന് വേണ്ട പരിഹാരങ്ങളും റെമഡീസും ഒക്കെ നമ്മൾ കണ്ടെടുക്കുക, ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. രാഹുവും കേതുവിൻ്റെയും പീരീഡൊക്കെ പിള്ളേർക്ക് അതുപോലെ തന്നെ ടീനേജിൽ ആ പീരീഡൊക്കെ വരുന്ന ഇന്നവേ നല്ലതാണത്. ആ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞു പോകുന്നതും നല്ലതാണ്. പക്ഷെ സൂക്ഷിക്കേണ്ട പീരീഡാണ്. അതിനെ അതിൻ്റെതായ പ്രാധാന്യത്തോടെ നോക്കി വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ രാഹു 10th ഹൗസിൽ രാഹു നിൽക്കുന്നു, ചൊവ്വ വളരെ പ്രോമിനൻ്റ് ആണെങ്കിൽ ഞാൻ കണ്ടിരിക്കുന്ന പല ചാർട്ടുകളിലും പലരുടെയും നമ്മൾ നോക്കുമ്പം അങ്ങനെയുള്ളവർ നല്ല ഡോക്ടേഴ്സൊന്നും മാത്രമല്ല, അവർ സർജറി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കും. മെഡിക്കൽ ഫീൽഡുമാണ്, പിന്നെ സർജറിയാണ്. കാരണം നമ്മൾ ചൊവ്വ സർജനാണ്. അതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഹൗസസിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു, ഏത് ഡിഗ്രിയിൽ നിൽക്കുന്നു, എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഏത് ദശാകാലം, ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കണ ഒരു ചാർട്ട് നമ്മൾ റീഡ് ചെയ്യും. എന്നിട്ട് വേണം അവർക്ക് ഇന്ന രത്നം നമുക്ക് കൊടുക്കാം. അത് ഒരു പരിധി വരെയും അത് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? നമുക്ക് എന്ന് വെച്ചാൽ ഫുൾ എന്നൊക്കെ ആ രത്നം മേടിച്ചിട്ട് ചിലർക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്, രത്നം മേടിച്ചിട്ടോ അയ്യോ സാറേ അത് ഒന്ന് ശമ്പളം കൂട്ടി കിട്ടിയില്ല, ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ പിന്നെ വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്യരുത്. രത്നം നമ്മളൊരു ഒരു മൾട്ടി വൈറ്റമിൻ യൂസ് ചെയ്യുന്ന പോലെയാണ്. ഒരു രത്നം യൂസ് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് ഇൻറ്റേർണലി നമുക്ക് ആ മെഡിസിനൽ എഫക്റ്റ് ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. എന്ന് വെച്ചിട്ട് നമ്മളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം രത്നമാണെന്ന് കരുതുന്നത്. നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ രത്നധാരണവും അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് കിട്ടേണ്ട സൺ എനർജി. എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് മെഡിസിൻസ് കഴിച്ചാലും എന്ത് രത്നം ധരിച്ചാലും സൂര്യപ്രകാശവും വെട്ടവും കിട്ടാത്ത ഒരാൾക്ക് ഇതൊന്നും എഫക്റ്റീവ് അല്ല. അതിരാവിലെ എഴുന്നേൽക്കുകയും പുറത്തിറങ്ങുകയും നടക്കുകയും ആ സൂര്യപ്രകാശവും കിട്ടുന്നത് ആണ് ഏറ്റവും വലിയ മെഡിസിൻ. അതിൻ്റെ പുറത്ത് എന്ത് വേറെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ കല്ലിടുകയോ ഒക്കെ ചെയ്താൽ എഫക്റ്റീവായിരിക്കും. ഇപ്പോൾ സൂര്യൻ റോങ് സൈഡ് അല്ലെങ്കിൽ ഇതാന്ന് പറഞ്ഞ് റൂബിയൊക്കെ മേടിച്ചിട്ടിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്നില്ല, സൂര്യപ്രകാശം കിട്ടുന്നില്ലെങ്കിൽ നോ യൂസ്. അപ്പം കേവലം രത്നധാരണത്തിൽ മാത്രം ഒതുക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിപാലിച്ച് പോകുമ്പോഴാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു നല്ല റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡും ധാരാളം വിവരങ്ങൾ നമ്മുടെ എപ്പിസോഡിലുണ്ടായിരുന്നു. രാഹുവിനെ കുറിച്ചും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതിൻ്റെ രത്നത്തെക്കുറിച്ചും നമ്മൾ ഗോമേതകത്തെക്കുറിച്ചൊക്കെ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഇനി കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നന്ദി, നമസ്കാരം.